പാലക്കാടാണ്. പക്ഷെ ഞാൻ തൃശ്ശൂരിലുള്ള വെസ്റ്റ് ഫോർട്ടിലെ ഇൻഡസ് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് ഞാൻ എൻ്റെ മെഡിക്കൽ കോഡിംഗ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തത്. 3.5 മാസത്തെ കോഴ്സായിരുന്നു. നല്ല രീതിക്ക് തന്നെയാണ് ഞങ്ങളുടെ ബാച്ചിലുള്ള എല്ലാവരും അത് കംപ്ലീറ്റ് ചെയ്തിരുന്നത്. ഇപ്പം ഞാൻ ചെന്നൈയിലൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാൻ പോവാണ്. കാരണം ഞാൻ CPC Certified അല്ല, പക്ഷേ എനിക്ക് ജോബുണ്ട്. ഞാൻ ലൈഫ് സയൻസ് സ്റ്റുഡൻ്റ് അല്ല. അതേപോലെ തന്നെ ഞാൻ എക്കണോമിക്സ് ആയിരുന്നു പഠിച്ചിരുന്നത് കോളേജിൽ. ഗ്രാജുവേഷൻ എനിക്ക് എക്കണോമിക്സിലാണ് കിട്ടിയിരുന്നത്. അതിനുശേഷമാണ് ഞാൻ യൂട്യൂബിൽ ഏത് കോഴ്സ് എടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിലിരുന്നത്. അങ്ങനെ എൻ്റെ ആൻറ്റി പറഞ്ഞു, നീ മെഡിക്കൽ കോഡിംഗ് കോഴ്സ് എന്തായാലും ചെയ്ത് നോക്ക്, നല്ല സ്കോപ്പാണ്. കേരളത്തിലും ഇന്ത്യയിലും തന്നെ നല്ലൊരു സ്കോപ്പുള്ള ഒരു കോഴ്സാണ് മെഡിക്കൽ കോഡിംഗ് കോഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റി അന്വേഷിക്കാൻ തുടങ്ങി. യൂട്യൂബിൽ ഞാൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതായിരിക്കും നല്ലതെന്ന്, കേരളത്തിൽ ഏതാണ് ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത് സെർച്ച് ചെയ്ത സമയത്താണ് എനിക്ക് ഇൻഡസ് ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ടുള്ള സജഷൻ വന്നത്. അങ്ങനെ ഞാൻ മുബീന മാമിൻ്റെ ഓരോ വീഡിയോസും കാണാൻ തുടങ്ങി. അവർ നമുക്ക് വെറുതെ എല്ലാവരും പ്രൊമോട്ട് ചെയ്യുന്ന പോലെ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊമോട്ട് ചെയ്യുന്നതല്ല. എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ ഏതൊക്കെ സബ്ജക്റ്റ് ഉണ്ടാവും, ആ സബ്ജക്റ്റിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ്, ബോഡി സിസ്റ്റം, അതേപോലെ തന്നെ എല്ലാ കാര്യത്തിനെ പറ്റിയിട്ടുള്ള ഓരോ വീഡിയോസിലും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ മുബീന മാമിൻ്റെ വീഡിയോ കണ്ടിട്ട് കോൺടാക്റ്റ് ചെയ്യുന്നത് ഇൻഡസ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക്. അങ്ങനെ ഞാനും എൻ്റെ പാരൻസും കൂടിയിട്ട് ഇൻഡസ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി മെഡിക്കൽ കോഡിംഗ് കോഴ്സിനെ പറ്റി ഡീറ്റെയിലായി അന്വേഷിക്കുകയും അവിടുത്തെ കാര്യങ്ങളൊക്കെ നേരിട്ട് കണ്ടറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ അവിടെ പോയി ചേർന്നത്. അതിനുശേഷമാണ് 3.5 മാസം കോഴ്സുള്ള ഈ മെഡിക്കൽ കോഡിംഗ് ഞാൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എനിക്കിപ്പോൾ ജോബ് കിട്ടിയിരിക്കുന്നത് ചെന്നൈയിലാണ്. ഞാൻ CPC Certified അല്ല, ലൈഫ് സയൻസ് സ്റ്റുഡൻറ്റും അല്ല, പക്ഷേ എനിക്ക് ജോബുണ്ട് മെഡിക്കൽ കോഡിംഗ് ഈ കോഴ്സ് പഠിച്ചതിന് ശേഷം. കാരണം ഞാൻ ഇൻഡസ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചു. എന്നെ അവിടുത്തെ സുരയ മാം വളരെ നല്ല രീതിക്ക് തന്നെയാണ് ഹെൽപ്പ് ചെയ്തത്. കാരണം ഞങ്ങൾക്ക് ഓരോ ക്ലാസ് കഴിയുമ്പോഴും ഓരോ സബ്ജക്റ്റിനെ പറ്റിയിട്ടാണെങ്കിൽ ഒരു മൈന്യൂട്ടായിട്ടുള്ള ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ടാണെങ്കിലും വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയും. പിറ്റേ ദിവസം അതിനെപ്പറ്റി ക്വസ്റ്റ്യൻ ചോദിക്കുകയും ചെയ്യുന്നു. കാരണം ഞങ്ങളെ അത് പഠിപ്പിച്ചിരിക്കണം. ആ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഒരു സ്റ്റുഡൻറ്റും പഠിക്കാതെ പോകരുത്, ജോബ് കിട്ടാതെ പോകരുത് എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അങ്ങനെ എനിക്കിപ്പോൾ ഒരു ജോബ് ശരിയായിട്ടുണ്ട്. ഞാൻ ലൈഫ് സയൻസ് സ്റ്റുഡൻസ് ഒന്നുമല്ല, പക്ഷേ എനിക്ക് ജോബ് കിട്ടിയിട്ടുണ്ട്. ഞാൻ CPC Certified അല്ല. താങ്ക് യു.